ലണ്ടനിലെ ബംഗാളി ഭാഷയിൽ എഴുതിയ സൈൻ ബോർഡിനെതിരെ രോഷം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് എം പി റോബർട്ട് ലോ. ലണ്ടനിലെ വൈറ്റ് ചാപ്പൽ സ്റ്റേഷന് മുൻപിലാണ് ബംഗാളി ഭാഷയിൽ എഴുതിയ സൈൻ ബോർഡ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ചിത്രം എക്സിൽ പങ്കുവച്ചാണ് ബ്രിട്ടീഷ് എം പി നീരസം പ്രകടമാക്കിയത്. ബ്രിട്ടനിലെ റിഫോം UK പാർട്ടിയുടെ എം പിയാണ് റോബർട്ട്. സൈൻ ബോർഡുകൾ ഇംഗ്ലീഷിൽ മാത്രമേ പ്രദർശിപ്പിക്കാവൂ എന്ന് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു. ഇത് ലണ്ടനാണ്, അതിനാൽ സ്റ്റേഷന്റെ പേര് ഇംഗ്ലീഷിൽ എഴുതാവൂ, ഇംഗ്ലീഷിൽ മാത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു വശത്ത് ഇംഗ്ലീഷിലും മറുവശത്ത് ബംഗാളിയിലും എഴുതിയ സൈൻ ബോർഡാണ് ഇത്. ലോവയുടെ പോസ്റ്റ് വളരെ വേഗമാണ് എക്സിൽ വൈറലായത്. 35 ലക്ഷം പേരാണ് എക്സിൽ പങ്കുവച്ച പോസ്റ്റ് കണ്ടത്. അതേസമയം സമ്മിശ്ര പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ രേഖപ്പെടുത്തുന്നത്. ടെക് കോടീശ്വരൻ ഇലോൺ മസ്കും റോബർട്ടിന്റെ ട്വീറ്റിന് മറുപടിയുമായി എത്തി. ഇംഗ്ലീഷിൽ മാത്രമേ എഴുതാവൂ എന്ന അദ്ദേഹത്തിന്റെ പോസ്റ്റിന് മസ്ക് അതേ എന്ന് മറുപടി നൽകി. അതേസമയം റോബർട്ടിന്റെ നിലപാടിന് എതിരായി അഭിപ്രായം രേഖപ്പെടുത്തിയവരും ഏറെയാണ്. ഇംഗ്ലീഷ് സംസാര ഭാഷയല്ലാത്ത മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ഇംഗ്ലീഷിൽ സൈൻ ബോർഡുകൾ എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അത് വിലമതിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് 2 തരത്തിലും പ്രവർത്തിക്കുമെന്ന് ഒരു എക്സ് ഉപഭോക്താവ് അഭിപ്രായപ്പെട്ടു. വെയിൽസിൽ ഇംഗ്ലീഷിൽ സൈൻ ബോർഡുകൾ കണ്ടാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നതായി മറ്റൊരാൾ പരിഹാസത്തോടെയും പറഞ്ഞിരുന്നു. ബ്രിട്ടനിൽ ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞ് മുൻപ് റോബർട്ട് ലോ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പഠിക്കാൻ വിസമ്മതിക്കുന്ന കുടിയേറ്റക്കാരെ നാടുകടത്തണമെന്ന് 2 ആഴ്ച മുൻപ് ലിങ്ക്ഡിനിൽ പങ്കുവച്ച പോസ്റ്റിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് വന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ വിസമ്മതിച്ചാൽ, ജോലി ചെയ്യാൻ വിസമ്മതിച്ചാൽ, സംഭാവന നൽകാൻ വിസമ്മതിച്ചാൽ, ഞങ്ങളുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ വിസമ്മതിച്ചാൽ നിങ്ങളെ നാടുകടത്തണം. അതിന് നമ്മൾ ക്ഷമാപണം നടത്തരുത് എന്നാണ് റോബർട്ട് പറഞ്ഞത്.